എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. വിവാഹ തടസ്സം. മിക്കവർക്കും 30-35 വയസ്സൊക്കെ ആയിട്ട് വിവാഹം നടക്കുന്നില്ല. എന്നാൽ ചില ആൾക്കാരുടെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരുടെ കാര്യങ്ങൾ ഒട്ടും തന്നെ നമുക്കിപ്പോൾ നടക്കാതെ വരുന്നുണ്ട്. നവഗ്രഹ അർച്ചനയാണ് ഏറ്റവും ഒരു പൊതുവായിട്ടുള്ള ഒരു വിവാഹത്തിന് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഏത് കാര്യം ചെയ്താലാണ് വിവാഹപരമായ തടസ്സങ്ങൾ മാറി കിട്ടുന്നത് അല്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ പാരാസെറ്റമോൾ ഗുളിക, ആ ഗുളിക എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ അറിയാം പനിക്കുള്ള ഗുളികയാണ്. നമ്മൾ പനിയായ സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിക്കാതെ തന്നെ ഈ പാരാസെറ്റമോൾ ഗുളിക കഴിക്കും. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ചില വഴിപാടുകളുണ്ട് വിവാഹ തടസ്സം മാറാൻ വേണ്ടി. അതിൽ ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടാണ് സ്വയംവര മന്ത്ര അർച്ചന. അതേപോലെ തന്നെ സ്വയംവരത്തെക്കാട്ടിയും പറയുകയാണെങ്കിൽ ബാണേശ്വരി ഹോമം, ബാണേശ്വരി മന്ത്രാർച്ചന, ഇതൊക്കെ വിവാഹ തടസ്സമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ചില ഭക്തജനങ്ങളുടെ മക്കൾക്ക് ഈ ബാണേശ്വരിയും സ്വയംവരവും ഒക്കെ എത്ര ചെയ്താലും ഇത് ഇവരിലേക്ക് ബാധിക്കത്തില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഗ്രഹനിലയിലെ 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളോ 8ലോ പാപഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ വിവാഹപരമായി തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗ്രഹം, അതായത് പാപഗ്രഹം ഏതാണോ, അതായത് വിവാഹത്തിൽ ലാ തൊട്ട് 7 വരെ എണ്ണണം. അതായത് ഓരോ കോളമുണ്ട്, ലഗ്നമാണ് ലാ എന്ന് സൂചിപ്പിക്കുന്നത്. അവത്തിൽ പാപഗ്രഹങ്ങൾ, അതായത് അവിടെ ചിലപ്പോൾ ചൊവ്വ ഉണ്ടായിരിക്കാം, രാഹു ഉണ്ടായിരിക്കാം, ആദിത്യനുണ്ടായിരിക്കാം, ശനി ഉണ്ടായിരിക്കാം, കേതു ഉണ്ടായിരിക്കാം, ഗുളികൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന 7ാം മഠത്തിൽ വിവാഹപരമായി അതിന് തടസ്സങ്ങൾ വന്നേക്കാം. അപ്പോൾ ആ ഗ്രഹത്തിനും കൂടി നമ്മൾ പ്രീതിപ്പെടുത്തെങ്കിൽ മാത്രമേ വിവാഹം വരത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്വയംവര അർച്ചന, ഈ ബാണേശ്വരി ഹോമമൊക്കെ ഒത്തിരി നടത്തിയ നമ്മുടെ പൈസ പോകുന്നല്ലാതെ നമ്മുടെ കാര്യം നടക്കത്തില്ല. നമ്മുടെ വീട്ടിലെ മക്കൾ നമ്മളോട് ചോദിക്കും, അമ്മ ഈ കണ്ട വഴിപാടുകളും ജ്യോത്സ്യന്മാർക്കും ഒക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ വിവാഹം ഇത്രയും നാളായിട്ട് നടന്നിട്ടില്ലെന്ന് അവരൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം ഉണ്ടാകത്തില്ല പറയാം. കാരണം അവർ പറയുന്നത് ശരിയാണ്. അമ്മ കാണുന്ന ആൾക്കാരുടെ നിന്ന് പൈസ കൊണ്ട് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ വിവാഹം ഇന്ന് നടക്കും നാളെ നടക്കും എന്നൊക്കെ പറയുന്നത് ശരിയാകുന്നു. പക്ഷേ ഒന്നും ശരിയാകുന്നില്ല. പക്ഷേ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഉത്തമനായ ഒരു ജ്യോത്സ്യനെ, ഒരു കർമ്മിയെ കൊണ്ട് ഗ്രഹനില നല്ല രീതിയിൽ തന്നെ പരിശോധിച്ച ശേഷം മാത്രം വഴിപാടിനായി മുന്നോട്ട് പോവുക. നമ്മൾ ഒരു പക്ഷേ ഇല്ലാത്ത പൈസയൊക്കെ മുടക്കിയായിരിക്കും ആഴ്ചയിൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത്. മിക്ക അമ്മമാരും ചിലപ്പോൾ ദൂരെയുള്ളവരൊക്കെ ആണെങ്കിൽ ഓട്ടോ കൂലി കൊടുക്കണം, പിന്നെ അവിടെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം, അമ്പലത്തിൽ ചാർജ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ കൂലി. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ദിവസം 10, 250, 300 രൂപയ്ക്ക് മേളിൽ പോകും ഒരാഴ്ച തന്നെ. അപ്പോൾ അത് പണിയില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? അതെല്ലാം നമ്മൾ ഒരു ഭക്തജനങ്ങൾക്ക് ഒരു വഴിപാടും കൂടെ പറഞ്ഞു കൊടുക്കും. നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് വേണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതേപോലെ തന്നെ ഈ ചുമ്മാതെ ഈ സ്വയംവരം ബാണേശ്വരിയൊക്കെ ചെയ്ത വിവാഹം നടക്കത്തില്ല. ഉത്തമനായ ഒരു കർമ്മിയെ കൊണ്ട് നമുക്കും കൂടെ ഒരു ബോധ്യം ഉണ്ടാകണം, ഈ ജ്യോത്സ്യൻ ഇല്ലെങ്കിൽ ഈ തിരുമേനി പറയുന്നത് ശരിയാണ് എന്ന് നമുക്കും കൂടെ ഒരു ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി നടത്താറ്. വിവാഹം നടക്കാൻ വേണ്ടി 50,000, 30,000 രൂപ മുടക്കി പൂജകളൊന്നും ചെയ്യാതിരിക്കുക. അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. ഉള്ള വിശ്വാസം സത്യസന്ധമായ രീതിയിൽ ചെറിയ ചെറിയ വഴിപാടുകൾ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് വിശദമായി പറയാം. നമുക്ക് ഈ വിവാഹപരമായി തടസ്സം ഉണ്ടെങ്കിൽ, അതായത് വിവാഹാലോചന ഒട്ടും വരുന്നില്ല, ശത്രുക്കൾ ചെയ്ത് വെച്ചേക്കുന്ന ശത്രുദോഷം, അതായത് വിവാഹപരമായ തടസ്സങ്ങൾ മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രം, അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ തന്നെ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉപപ്രതിഷ്ഠയെക്കാട്ടിയും നല്ലത് ക്ഷേത്രത്തിൽ പോയി തന്നെ ചെയ്യുക. അപ്പോൾ വിവാഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തടസ്സമുള്ള വ്യക്തികൾ ഒരു വെള്ളിയുടെ വേല് മേടിക്കുക. വെള്ളിയുടെ വേല് മേടിച്ചിട്ട് നെറ്റി വെച്ചിട്ട് 6 തവണ വലത്തുനിന്നൊഴിയുക. 6 തവണ ഒഴിഞ്ഞിട്ട് 6 പ്രദക്ഷിണം വെക്കുക. മെയിനായിട്ട് കാര്യം ഞാൻ വീണ്ടും കൂടെ പറയുന്നത്, വെള്ളിയുടെ വേല്, ചെറിയ വേലൊക്കെ നമ്മുടെ വെള്ളിക്കടയിൽ കിട്ടും. ഓടിൻ്റെ ടൈപ്പൊക്കെ ആണെങ്കിൽ വിളക്ക് മേടിക്കുന്ന കടയിലൊക്കെ കിട്ടും. എന്നിട്ട് വെള്ളിയോ ഓടോ അത് നിങ്ങളുടെ സാമ്പത്തികം പോലെ മേടിക്കുക, ചെറുതോ വലുതോ ഒക്കെ. എന്നിട്ട് നമ്മുടെ നെറ്റിയിൽ വെച്ചിട്ട് വിവാഹപരമായ തടസ്സം മാറണമെന്ന് പ്രാർത്ഥിച്ച് 6 തവണ മുഖത്തുനിന്നൊഴിയുക. അത് കഴിഞ്ഞതിന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് 6 പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ചിട്ട് ഒരു 3 മുഴം മുല്ലപ്പൂ 6 ദിവസം ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ, സുബ്രഹ്മണ്യ സ്വാമി മറ്റുള്ള ദേവതകളെ അപേക്ഷിച്ച് അലങ്കാരപ്രിയനാണ്. ഭഗവാൻ
മനസ്സറിഞ്ഞ് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ, എനിക്ക് ഒരു കാര്യം ചൊവ്വാഴ്ച കാണിക്കേണ്ട 6 ചൊവ്വാഴ്ച ഭഗവാന് മുല്ലപ്പൂമാല സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ, അതായത് നമ്മുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾക്കൊക്കെ ബലം വെക്കുകയും ഒപ്പം തന്നെ ജാതകത്തിലെ ദോഷം മാറി നമ്മൾ എന്ത് കാര്യമാണ് പ്രാർത്ഥിച്ചു വെക്കുന്ന ആ ഒരു കാര്യം സുബ്രഹ്മണ്യ സ്വാമിക്ക് സാധിച്ചു തരും. ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതം കൂടെയാണ് സുബ്രഹ്മണ്യൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം കണ്ടുപിടിച്ചത് സുബ്രഹ്മണ്യനാണല്ലോ. അപ്പോൾ ജാതകത്തിൽ, അതായത് മറ്റുള്ള ദേവതകളെ അപേക്ഷിച്ച് ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഉപാസന ചെയ്യേണ്ടതും സുബ്രഹ്മണ്യന് മാത്രമേ ഉള്ളൂ. ജാതകം, അതായത് ഒരാളുടെ ജാതകത്തിൽ ഇന്ന യോഗങ്ങളില്ല, അത് തിരുത്തി എഴുതാൻ മാത്രം കഴിവുള്ള ഒരു ദേവനാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ മംഗല്യപരമായ തടസ്സങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ഭക്തജനങ്ങൾ, ചൊവ്വാദോഷം, അതേപോലെ തന്നെ ഒട്ടും മംഗല്യം വരുന്നില്ല, 40 വയസ്സായിട്ട് നമ്മൾ മാട്രിമോണിയിലൊക്കെ കൊടുത്ത്, അതേപോലെ തന്നെ നമ്മുടെ ജാതകത്തിലും ഗ്രഹനിലയിലും, അതായത് ഗ്രഹനിലയിൽ എന്ത് പാപദോഷങ്ങളുണ്ടെങ്കിൽ ഏത് ഗ്രഹമാണോ ബലമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഒരു വേല് കൊടുത്ത് 6 ആഴ്ച മുല്ലപ്പുമാല 3 മുഴം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ദോഷങ്ങൾ മാറി കാര്യങ്ങൾ നടക്കും. ഇത് ചെയ്തതിന് ശേഷം മാത്രം നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ച് 9 രൂപ നാണയം തലക്കൊഴിഞ്ഞ് നവഗ്രഹ പ്രീതിയും കൂടെ വരുത്തേണ്ടതുണ്ട്. ഇത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ കഴിവുന്ന ഭക്തജനങ്ങൾ ചെയ്യാൻ നോക്കണം. ഉപപ്രതിഷ്ഠയെക്കാട്ടി നല്ലത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ചെയ്യുക. വേലിന് സാമ്പത്തികം ഇല്ലാത്ത ഭക്തജനങ്ങൾ സാധാരണ രീതിയിൽ ഭഗവാനോട് അപേക്ഷിക്കുക. കല്യാണം നടക്കുന്ന സമയത്താണെങ്കിലും കൊണ്ടുത്തരിക. പക്ഷെ ഒരു വേല് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. എല്ലാം നമ്മുടെ മനസ്സാണല്ലോ, ഓരോരോ വഴിപാടുകളും കാര്യം. ഇത് ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ ജാതകത്തിലെ പാപഗ്രഹങ്ങളെ ഒക്കെ നമുക്ക് അനുകൂലമാക്കി തരുന്ന ഒരു ദേവനും കൂടെയാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യനെ ഭജിച്ചാൽ തീർച്ചയായിട്ടും മംഗല്യ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാര്യം ഭക്തജനങ്ങൾ ചെയ്യുന്ന ഇപ്പം ഗ്രഹനിലയിലെ ദോഷവും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഏത് പാപഗ്രഹമാണ് വിവാഹത്തിന് തടസ്സം നിൽക്കുന്നത്, ഇത്ര വഴിപാടുകൾ ചെയ്തിട്ട് വിവാഹം എന്താണ് വരാന്നത് കൃത്യമായി നോക്കി അതിൻ്റെ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് വാട്സപ്പ് നമ്പറാണെങ്കിൽ വാട്സപ്പ് നമ്പറാണ്, ഒന്നെങ്കിൽ വാട്സപ്പിൽ വിളിക്കുക, ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയുക. നമ്മുടെ സംശയങ്ങൾക്ക് ഓൺലൈനായി വഴി ജ്യോതിഷ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഭക്തിപൂർവ്വം ഈ ഒരു കാര്യം ചെയ്യുക.